പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചിത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പഴ പോലെ വൈദാഖരം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ അങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് അവരെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവ്, പ്രത്യേകിച്ച് യാത്രയ്ക്ക് ഇറങ്ങുന്നവരെ അവരുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. എൻ്റെ ഈശോയെ, ഇന്നത്തെ വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നതായാലും ശരി, മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായാലും ശരി, കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ. അപകടങ്ങളില്ലാതെ
കർത്താവ് സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ്. പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ആൾക്കത് പ്രോബ്ലമായിട്ട് തോന്നത്തില്ല. അപ്പം ചിലർക്ക് ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും. നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട്, പക്ഷേ പുറത്ത് കാണുന്നില്ല. പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈശോക്ക് ചില 1-2 പേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി നാഗവല്ലി അകത്തുണ്ട്, ഒരു കാലത്തും പുറത്ത്, രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല. നാഗവല്ലി അകത്തുണ്ട്, പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഇത് പുറത്ത് വരത്തില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ 2 സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ആരെയാണ്? ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ. ഈശോ പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, സമറിയ വഴിയാണ് പോണത്. അതൊരു ജോണും യാക്കോബും യോഹന്നാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും. അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവല്ലിൻ്റെ അകത്ത് ഉള്ളിലിരിക്കുകയാണ്, പുറത്ത് കാണുന്നില്ല. അപ്പോസ്തലന്മാർ പിശാചുബാധരാണെന്ന് ഞാൻ പറയുകയല്ല. എൻ്റെ പേര് എൻ്റെ അടുത്ത് കുതിര കയറാൻ പറ്റരുത് നിങ്ങൾ. ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് XOR ആരിലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അത് ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാൻ അനുഭവിച്ച ദൈവത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾ കൃപാസനത്തിൽ വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇവർ 2 പേരെ വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയാണ്, സമറിയയിലേക്ക് വിടുകയാണ്. അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം എന്താണ്? ലൂക്ക 9:53-54 അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഒന്ന് പറഞ്ഞേ? അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിൻ്റെ അരൂപിയില്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല. പക്ഷേ അവർ സ്വീകരിച്ചേക്കാത്തല്ല സുവിശേഷത്തിൻ്റെ പ്രശ്നം. കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല, അതല്ലേ? അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ 2 പേരെ എടുത്തിട്ട് വിടുകയാണ്. വിട്ടിരിക്കുക എന്താണ്? എന്നിട്ട് കർത്താവ് അവരുമായിട്ട് ഇവർ ഭയങ്കര ബോൾത്തായാകും. ഇവരുടെ നാഗവല്യ പുറത്ത് ചാടി അവിടെ ചെല്ലുമ്പോൾ. എന്നിട്ട് അവർ അതുപോലെ തന്നെ പെസര് പിടിച്ച് സമരക്കാരുമായിട്ട് ഗുസ്തിയായി പെസര് പിടിച്ച് തിരിച്ചു വരുമ്പോൾ അവരെന്താ പറയണമെന്ന് നോക്കിയേ. ഈ അപ്പോസ്തലന്മാരെന്താ പറയണമെന്ന് നോക്കിയേ, വായിച്ചേ. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവേ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന്. പണിപാളി. എന്താണ്? ഇവർ സമറിയക്കാർ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തെങ്കിൽ സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞെന്ന് വരിക. അതാ സംഭവം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുകയാണ്. ഈ വ്യക്തിയുടെ പേരെന്താണ്? യോഹന്നാനല്ല, അയാളുടെ പേര് വേറെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് എന്താണ്? അയാൾ ഒരു കള്ളനാണ്. എന്താണ്? എന്താ വെച്ചാൽ യോഹന്നാൻ 10:10 എടുത്തേ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അതാണ് കള്ളൻ വരുന്നത്. ഇപ്പം ഇവർ തീയും ഗന്ധകവും ഇറക്കി സമറിയ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത്. ഇപ്പം നശിപ്പിക്കണ അരൂപി ഏതാണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. പൈശാചിക അരൂപിയ. അതാ 10:10 പറയണത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതാണ് പ്രശ്നം. എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം. നിങ്ങൾ എത്ര അപ്പോസ്തലന്മാരായാലും ശരി, ദെർ മസ്റ്റ് ബി ഗൈഡ് എന്നുള്ള ഒരു ഐഡിയ ആണ് ഈശോ സുവിശേഷത്തിലൂടെ വെക്കുന്നത്. സുധർമ്മ തെരേസ, വീട് തൃശ്ശൂർ കാട്ടൂരാണ് വീട്. ഞാൻ 2019 മെയ് 16 വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെച്ചത്.
എല്ലാം സാധിച്ചു കിട്ടി. അതിൽ ഒന്നാമത്തെ നിയോഗം, സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടായിരുന്നില്ല, സ്ഥലം ഉണ്ടായിരുന്നില്ല എനിക്ക്. അത് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് ലഭിച്ചു. പിന്നെ എൻ്റെ മകന് ഖത്തറിൽ ജോലിക്ക് പോയിട്ട് അവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ തിരിച്ചു പോരാൻ പോയതാണ്. ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ അടുത്ത ഇടവകയിലെ പള്ളിയിൽ നിന്നൊരു പത്രം കിട്ടി. ആ പത്രം കൊണ്ട് വഴി അറിയാതെ ആ പത്രം പിടിച്ച് ഞാനിവിടെ വന്നതാണ്. അന്ന് ഉടമ്പടി കണ്ണീരോട് കൂടി എടുത്തു. ആ മെയ് 25 എൻ്റെ മകൻ തിരിച്ചു വരേണ്ടതാണ്. ഇവിടെ 16 വന്ന് ഉടമ്പടി എടുത്തു. 23 അവനെ രണ്ടാമത്, അതങ്ങനെ വിളിക്കില്ല അവർ ചെക്കപ്പിന്, പക്ഷേ രണ്ടാമത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടാമത് ചെക്കപ്പിന് വിളിച്ചു. പോസിറ്റീവായി, അവന് ജോലി കിട്ടി. ഇപ്പോൾ 2-3 വർഷമായി. സാക്ഷ്യം പറയാനായിട്ട് കൊറോണ കാരണം വരാൻ സാധിച്ചില്ല. അതിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറഞ്ഞാൽ തീരില്ല. കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അതൊന്നും പറഞ്ഞാൽ തീരില്ല. എങ്കിലും നന്ദി ഈശോയെ, നന്ദി അമ്മേ മാതാവേ, നന്ദി, സ്തുതി, ആരാധന. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ. ആദ്യമായിട്ട് എൻ്റെ മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുമായിരുന്നു. പിന്നെ അത് ഭയങ്കരമായിട്ട് തലവേദനയായിട്ട് മാറുമായിരുന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം പറഞ്ഞു ഡോക്ടർ, നമുക്ക് എത്രയും പെട്ടെന്നൊന്ന് MRI സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് ഏകദേശം ഒരു പേടിയായി. തലവേദനയൊക്കെയാണെന്ന് അവരും ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അവളുടെ നെറ്റിയിൽ തൈലവും തേച്ച് കാശുരൂപവും കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നു. മാതാവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ ഒരു കുഴപ്പം ഉണ്ടാവില്ലേന്ന്. അങ്ങനെ റിപ്പോർട്ട് വന്നപ്പം വേറെ ഒരു കുഴപ്പവും ഇല്ല, മൈഗ്രെയിൻ്റേതായ ഒരു ചെറിയ തലവേദനയായിരുന്നു അതെന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയി. പിന്നെ ഇന്ന് വരെ അവൾക്ക് അങ്ങനെ ഒരു തലവേദന വന്നിട്ടില്ല. ഞങ്ങൾക്ക് 2018 നമ്മുടെ വീട്ടിലെല്ലാം വെള്ളം കയറിയത് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളം കയറിയായിരുന്നു. അപ്പോൾ ബാങ്കിൽ കുറച്ച് ലോണിൻ്റെ പെൻഡിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 ലക്ഷം രൂപയോ മിച്ചമായിരുന്നു. അപ്പോൾ 2019 ജൂലൈ 27 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഈ 2 മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ 1 ലക്ഷം രൂപ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് മുഖേന എനിക്ക് ആ ബാങ്കിൽ അടയ്ക്കാനുള്ള 1 ലക്ഷം രൂപ കിട്ടി. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒന്ന് കിടക്കണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് എടുത്തിട്ട് അമ്മ തലവണ്ണയിലേക്ക് തല ചായ്ക്കുണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ ഒരു നിയോഗമായിരുന്നു. അമ്മയുടെ തലയ്ക്കകത്ത് മിക്സിയൊക്കെ നമ്മൾ അടിക്കുമ്പോൾ കറങ്ങുന്ന പോലെ കറങ്ങുന്നെന്ന് അമ്മ പറയുന്നത്. അതുപോലെ ഒറ്റയ്ക്ക് എവിടെയും പോകാനൊന്നും പറ്റിയില്ലായിരുന്നു തലകറക്കം കൊണ്ട്. അത് ഞാൻ എൻ്റെ ഉടമ്പടിയിലെ നിയോഗമായി വെച്ചിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ അധികം ഒന്നുമില്ല, ഇപ്പം മാറി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഹാർട്ടിൻ്റെ വാൽവിന് തകരാറായിരുന്നു. അവൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പം അവളിങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു നമുക്ക്. അപ്പോൾ ഞാൻ അവളെ കാണാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവളുടെ അമ്മ അവൾക്ക് കഞ്ഞി ഒരു ഗ്ലാസ്സിൽ ഒരു ശകലം വെള്ളം എടുത്ത് വെച്ചേക്കുക. അപ്പോൾ അതുപോലും കോരി സ്പൂൺ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത്, കാരണം അവൾ അതുപോലെ ഛർദിയാണ്, ഒന്നും ചെല്ലുന്നില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ്സിനകത്തേക്ക് എൻ്റെ കയ്യിലിരുന്ന ഉപ്പിൻ്റെ നിന്ന് ഒരു തുള്ളി എടുത്ത് അതിലിട്ടിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി അത് കൊടുത്തേക്കാൻ പറഞ്ഞു. അത് അതുപോലെ തന്നെ തൈലം എടുത്ത് അവളുടെ നെഞ്ചിൽ ഞാൻ കുരിശും വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ തിരിച്ച് കാലടിയിലെത്തി. ഞാൻ വിളിച്ചു ചോദിച്ചു, അമ്മേ അവൾ ആ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല, അവൾ ആ കഞ്ഞി കുടിച്ച് സുഖമായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു പേരപ്പന് ഇക്കിള് വരുമായിരുന്നു. അതൊരു 3-4 ദിവസം അടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താണോ മാറാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും വരുന്നതല്ലല്ലോ, ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് വന്നു കഴിഞ്ഞപ്പം അവർക്കും ഒരു പേടി. അന്നേരം അവർ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ ഇനി ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പം ഞാൻ ആൻറ്റിക്ക് ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്ക് അന്നേരം ഒരു തോന്നി. ആൻറ്റി ആ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് ഒരു നുള്ളെടുത്ത് ആ പേരപ്പിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ആ ഇക്കിൾ അവിടെ നിന്നു. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മച്ചിക്ക് ഒരു ഗുളിക കഴിച്ചതുകൊണ്ട് അലർജി ഉണ്ടായി. അമ്മയുടെ കാലിൻ്റെ ഉള്ളംകാല് മുതൽ തലയുടെ നിറകം വരെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. വേഗം അങ്കമാലി LF ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. LF ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേനും അമ്മയുടെ BP ഒക്കെ അങ്ങ് ലോ ആയി. അപ്പോഴേക്കും ഞാനും ആശുപത്രിയിൽ ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ട്, ഉപ്പും ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അനിയത്തിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ആ ലോക്കറ്റും ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ലോക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ BP ലോ ആയിക്കൊണ്ടിരിക്കുക.
ഇവിടെ ICU ഇല്ല, നിങ്ങൾ നേരെ രാജഗിരിക്ക് കൊണ്ടുപോയിക്കോളാൻ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ പേടിയായി. ഞങ്ങൾ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആംബുലൻസിൽ അമ്മേനെ കയറ്റി. ആംബുലൻസിൽ കയറി കഴിഞ്ഞ് തൈലും എടുത്ത് അമ്മയുടെ തലയിലും കാലിലും എല്ലാം ഞങ്ങൾ കുരിശ് വരച്ചു. ആ കാശ് രൂപ എടുത്ത് അമ്മയുടെ കഴുത്തേലും ഇട്ടു. അമ്മ ഒന്നും പേടിക്കേണ്ട അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി രാജഗിരി ചെന്നു. രാജഗിരി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അമ്മേനെ അകത്തേക്ക് കയറ്റി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർ വന്ന് പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ, അമ്മയ്ക്ക് BP ഒക്കെ കറക്റ്റായി, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോസ്പിറ്റലാണ്. അവിടെ ICU കയറ്റാൻ വേണ്ടിയിട്ട് ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് അമ്മയെ വിട്ടതാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് ഈ ആംബുലൻസിൽ വെച്ച് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി തൈലവും തേച്ചത് വഴി എൻ്റെ അമ്മ മാതാവ് അമ്മച്ചിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ സുഖപ്പെടുത്തി തന്നു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ. അതുമാത്രമല്ല, എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ തോന്നുമ്പോൾ അമ്മ മാതാവിനോട് പറയും, അമ്മേ ഇനി അടുത്ത ആഴ്ച ഇന്ന പൈസയുടെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയമാകുമ്പോൾ അമ്മ മാതാവ് എവിടെ നിന്നെങ്കിലും ഞങ്ങൾക്ക് ആ പൈസ എത്തിച്ചു തരും. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് രഞ്ജു മോൾ അൻസ്കറിയ. ഞാൻ പൊൻകുന്നത്തു നിന്ന് വരുന്നു. ഞാൻ 2019 മാർച്ച് 27 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ 6 നിയോഗങ്ങളാണ് ഇവിടെ സമർപ്പിച്ചത്. അതിനകത്ത് 4 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അയച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു. ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വിദേശത്തേക്ക് പോകാൻ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു, ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2021 ജാനുവരിയിൽ ഞാൻ ബെഹറിൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഡിഫൻസ് ഹോസ്പിറ്റലിലോട്ട് എനിക്ക് സെലക്ട് ആകുകയും ചെയ്തു. അങ്ങനെ എൻ്റെ തടസ്സങ്ങൾ മാറി ഞാൻ വിദേശത്ത് പോവുകയും 1 വർഷം അവിടെ ജോലി ചെയ്ത് ഇപ്പോൾ ലീവിന് വന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ലേറ്റ് ആയിരുന്നു. ഞാൻ മാതാവിനോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിന് 25 വർഷമായിട്ട് മദ്യപാനമായിരുന്നു. ആ മദ്യപാനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഞാൻ യാചിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായിട്ടും മാറ്റി തന്നത് മാതാവ്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ബ്രദറിൻ്റെ ജോലിയുടെ അവസ്ഥയായിരുന്നു. അവൻ ടീച്ചറായിരുന്നു. ഒരുപാട് സ്കൂളുകളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അനിയന് സ്കൂളിൽ ജോലി ലഭിക്കുകയും ചെയ്തു. നാലാമത്തെ എൻ്റെ നിയോഗം ഞാൻ വെച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലത്തിന് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. അത് പേരിലാക്കാനും അവിടെ വീട് പണിയാനും സാധിക്കുന്നില്ലായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നിയോഗം വെച്ച് ഡേറ്റ് ഇട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ മാർച്ചിൽ ആ സ്ഥലത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി മാതാവ് ആ സ്ഥലം പേരിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഇത്രയും നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദികൾ സമർപ്പിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം ഈ സാക്ഷ്യം ഇവിടെ പറയാൻ വൈകിയതിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ 1/2/2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡിന് മൂത്രത്തിക്കല്ലായിരുന്നു. കുറേ ചികിത്സകളൊക്കെ ചെയ്തിട്ടും അതിന് യാതൊരു കുറവുമില്ലായിരുന്നു. ഒരു ദിവസം ഭയങ്കരമായ വയറ്റുവേദന ഉണ്ടായി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ലേസർ ചികിത്സയല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ലേസർ ചികിത്സയ്ക്ക് ഒരു ഡേറ്റ് തന്നു. അങ്ങനെ സർജറി ചെയ്യാനായിട്ട് തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കിഡ്നിക്ക് ഇൻഫെക്ഷനായി, അത് വാഷ് ചെയ്ത് വിടാനേ ഇപ്പോൾ പറ്റുള്ളൂ, പിന്നീട് എപ്പോഴെങ്കിലും ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മരുന്ന് കൊടുത്ത് വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വയറ്റുവേദനയായി. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം ഹസ്ബൻഡിന് ഭയങ്കരമായ വയറ്റുവേദനയായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവനും ആൾ കിടക്കയിൽ തന്നെ കിടന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, കൃപാസനത്തിലെ ഉപ്പ് എനിക്ക് കലക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉപ്പ് കലക്കി കൊടുത്തു. വൈകിട്ട് വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാതെ കിടന്നു. വൈകിട്ട് അത്താഴം എന്നോട് വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ കല്ല് യാതൊരു കുഴപ്പവും കൂടാതെ ആൾക്ക് വലിയ വേദനകളൊന്നുമില്ലാതെ അത് പുറത്തു വന്നു. അത് എടുത്തു കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ ഉപ്പ് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത്, ഞാൻ അനാഥാലയത്തിലൊന്നും പോവുമോ അല്ലെങ്കിൽ എനിക്ക് അതിന് മുമ്പൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരെ കാണുമ്പോൾ ഒരു ദയ തോന്നും എന്നല്ലാതെ സന്ദർശിക്കാനോ അവരുടെ അടുത്ത് പോകാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അനാഥാലയത്തിൽ പോവുകയും അവരെ കണ്ട് സംസാരിക്കുകയും അവിടുത്തെ സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള ക്ലീനിങ്, അതുപോലെ സാമ്പത്തിക സഹായം, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അതുപോലെ രോഗികൾക്കൊക്കെ പൈസ കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ആദ്യമൊക്കെ എനിക്ക് പേപ്പർ കൊടുക്കുന്നതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ മടിയെ. പക്ഷേ പേപ്പർ കൊടുത്തു തുടങ്ങി എന്നോട് ഓരോരുത്തർ തിരിച്ച് കൃപാസനത്തെ പറ്റി
മോശമായിട്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് എനിക്കൊരു നല്ലൊരു ശക്തി കിട്ടുകയും ഞാൻ മാതാവിനെക്കുറിച്ച് ഇവിടെ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ചും എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് അവരോട് പറയാനും അവരുടെ അടുത്ത് നന്നായിട്ട് കൃപാസനത്തെ അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനൊക്കെ ഉള്ള ഒരു ശക്തി ലഭിച്ചു. അങ്ങനെ ഞാൻ പേപ്പറുകൾ എല്ലാ വിധത്തിലുള്ള ആളുകളിലേക്കും എത്തിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത്, ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമുള്ള ബൈബിൾ വായനയേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ബൈബിൾ സ്വന്തമായിട്ട് വായിക്കുന്നുണ്ട്. അതിന് പൂർണ്ണമായിട്ട് അതിനെ മനസ്സിലാക്കി വായിക്കാനും ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ എനിക്കൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ കൊന്ത ചെല്ലാൻ, കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ, അതുപോലെ വിശുദ്ധ കുർബാനയോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും തോന്നി തുടങ്ങിയതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കുർബാന പെട്ടെന്ന് തീരുന്ന കുർബാനയ്ക്ക് പോകുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കുർബാനയോട് എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹവും ഒരു ഇഷ്ടവും ആദരവും ഒക്കെ ഉണ്ട്. അങ്ങനെ വിശുദ്ധ കുർബാന കഴിവതും ഞാൻ മുടക്കാറില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ കുടുംബവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഇനി എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അത്ഭുതം അനുഗ്രഹമാണ് അത് മകൾ. എൻ്റെ പേര് ജുവൽ വിൽസൺ. ഞാൻ 2018 +2 പാസ്സായതാണ്. ഹയർ സ്റ്റഡീസിന് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യണമെന്നും പറഞ്ഞിരുന്ന ഞാൻ പെട്ടെന്നാണ് CA പഠിക്കണമെന്നും പറഞ്ഞ് പോയത്. എന്താണങ്ങനെ തോന്നിയതൊന്നും അറിയില്ല, പക്ഷെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. സയൻസ് പഠിച്ചിറങ്ങി ഞാൻ CA പഠിക്കാൻ പോയപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടോടെ തന്നെയാണ് ആദ്യത്തെ ലെവൽ ഫൗണ്ടേഷൻ പാസ്സായത്. പിന്നെ 2020 ഞാൻ ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് ജോയിൻ ചെയ്തത്. 5 തവണ എക്സാം എഴുതിയിട്ടും പഠിച്ചതിന് യാതൊരു ഫലവുമില്ലാതെ നല്ല റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ഇത്രയും തവണ എക്സാം എഴുതി ഫെയിലായപ്പം വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ടെൻഷനായി. പിന്നെ എല്ലാവരും തന്നെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി, നിനക്ക് പറ്റിയതല്ല, വേറൊരു ഫീൽഡ് നമുക്ക് നോക്കാം, നിർത്താൻ പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് പോകാനായിട്ടൊരു മനസ്സ് തോന്നിയില്ല. അങ്ങനെയാണ് കൃപാസനത്തെ പറ്റി ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പരിചയമുള്ളവരെ കാണാനും കൂടെ പഠിച്ചവരെ പോലും മീറ്റ് ചെയ്യാനായിട്ട് മടിയോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഫെയിലിയേഴ്സ് എല്ലാം ഫേസ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം അമ്മ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി എന്നെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇന്നപോലെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, ഒത്തിരി തവണ ഫെയിൽ ആയതുകൊണ്ട് ഭയങ്കര വിഷമമാണ്, പുറത്തൊന്നും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയാണ് കൃപാസനത്തെ പറ്റി ആദ്യം പറയുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇവിടുന്ന് സ്റ്റോളിൽ നിന്ന് വാങ്ങിയ ഒരു കാശ് രൂപം മോക്ക് കൊണ്ട് കൊടുക്ക്, അത് വെച്ച് പ്രാർത്ഥിക്കുക, എന്തായാലും മാതാവ് അനുഗ്രഹിക്കും, പറ്റുവാണെങ്കിൽ അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടു. അമ്മ വീട്ടിൽ വന്ന് സംസാരിച്ചു. കാശ് രൂപം ഞാൻ ഇഷ്ടത്തോടു കൂടി തന്നെ വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചു. അന്ന് തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വൈകിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി, എന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ എക്സാം എന്തായി? അപ്പം ഞാൻ പറഞ്ഞു, പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, വരുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് മുമ്പ് തന്നെ നീ കൃപാസനത്തിൽ പോകണം. അപ്പം എനിക്ക് പേടിയാണ്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, അത് ഉഴപ്പിപ്പോകുമോ, അതുവഴി ഒരു ശിക്ഷ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കണോ, അമ്മയെ കൊണ്ട് എടുപ്പിച്ചാൽ പോരെയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, പോരാ, നീ തന്നെ എടുക്കണം, എക്സാം നീ എഴുതുന്നത്, അപ്പോൾ നീ തന്നെ എടുക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് രണ്ടാമതൊരാളും കൂടെ പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഈശോയെ ഇവിടെ വരാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ വീട്ടിലിത് സമ്മതിച്ച് ഉടനെ തന്നെ പോരാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തരണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും ഞാനും കൂടി ഇരുന്നത് തീരുമാനിച്ചിട്ട് അച്ചാച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചാച്ച ഒരു തടസ്സവും കൂടാതെ പോയേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ ഇവിടെ വരികയും, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബറിലാണ്. നവംബറിലാണ് ഞാൻ 6ാമത്തെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെങ്കിലും എനിക്ക് ഒരാത്മവിശ്വാസവും ഇല്ല. എനിക്ക് ആകെയുള്ളൊരു വിശ്വാസം, ഞാൻ കണ്ണുപൂട്ടി വിശ്വസിച്ചത് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഈശോയോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, മാതാവ് മധ്യസ്ഥം വഹിച്ചോളൂ. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എക്സാമിന് പോയി. എഴുതിയ ഓരോ പേപ്പറും സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് നല്ല രീതിയിൽ എഴുതി എന്നുള്ളത് എക്സാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. എക്സാം ടൈമിലൊന്നും എനിക്ക് ഒരു എന്താ പറയുക, എക്സാം എഴുതുന്ന ഒരു ബോധ്യത്തിലല്ല ഇരുന്ന് എഴുതുന്നത്, ആരോ എനിക്ക് വേണ്ടി എഴുതുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ്, ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിസൾട്ട് വന്നപ്പം പ്രതീക്ഷിച്ചതിലും ഇരട്ടി മാർക്കോടുകൂടി തന്നെയാണ് ഞാൻ പാസ്സായത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാൻ പ്രിപ്പയർ ചെയ്തത് മെയിലെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ടാണ്. മെയിലെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ക്ലാസ്സുകൾ കൂടി തീർത്തുവെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പാണ് ക്ലാസ് തീർന്നത്. ഈ 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വന്നു, പനി വന്നു. പരീക്ഷയുടെ ഒരു 3 ദിവസം മുന്നേ എനിക്ക് വൈറൽ ഫീവറാണ്, നല്ല ബോഡി പെയിൻ ഉണ്ട്. അപ്പം നേരത്തെ ഹോസ്റ്റലിൽ പോയി നിന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നിട്ട് അത് പറ്റിയില്ല. പരീക്ഷയുടെ തൊട്ട് തലേദിവസമാണ് ഹോസ്റ്റലിൽ പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ തലേദിവസം ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കൃപാസനത്തിൽ ഒന്നും കൂടെ വരാം, ഉടമ്പടി എടുത്തത് പുതുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പുതുക്കുകയും എക്സാമിന് പോകാനുള്ളവർക്ക് അച്ഛനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ അച്ഛനെ കാണാൻ പറ്റുകയും അച്ഛൻ്റെ പ്രെയർ കിട്ടുകയും ഒരു കാശ് രൂപം കിട്ടുകയും ചെയ്തു. അപ്പം
ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത എക്സാമിന് വീണ്ടും ഞാൻ ഈ മാതാവിനെയും ഈശോയിനെയും കണ്ണടച്ച് വിശ്വസിച്ചാണ് പോകുന്നത്. നാളത്തെ എക്സാമിന് ഒരു വിധത്തിലും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇത് പാസ്സാകാൻ വേണ്ട രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ മാതാവ് ഈശോയും എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോയി. കിട്ടിയ ഹോസ്റ്റലിൽ ഒട്ടും താമസയോഗ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നില്ല, ഒട്ടും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു, ഫുൾ പൊടിയാണ്. അപ്പം പനിയായിട്ട് പോയ എനിക്ക് വീണ്ടും ശ്വാസം മുട്ടലും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായി. പിന്നെ കറണ്ട് ഇല്ല, ലാപ്പിൻ്റെ ചാർജ് തീരുന്നു, അങ്ങനെ ഒത്തിരി പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷയുടെ തലേദിവസം ഞാൻ നേരിടുന്നത്. അപ്പോഴും ഒരു PDF മാത്രം എടുത്ത് വെച്ച് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ നാളെ എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കോണം, ഇനി എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാനൊരു 2 സാക്ഷ്യം എടുത്ത് കേട്ടു. കാശുരൂപ മുറുകെ കൈപിടിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ മാതാവിനെയും ഈശോയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് പൗച്ച് അല്ലാത്തതുകൊണ്ട് പെൻസിൽ, പെൻ, സ്കെയിൽ അതെല്ലാം നമ്മൾ കയ്യിലല്ലാതെ എടുത്തുകൊണ്ട് പോവാണ്. വാട്ടർ ബോട്ടിലും ഉണ്ട്. അപ്പോൾ ഉപ്പ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളത്തിനകത്ത് ഉപ്പിട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ കൊന്തയും കാശുരൂപ എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും. ഈ 2 ഉടമ്പടി വസ്തുക്കളും മാതാവിനെ ഈശോയും കൂട്ടുപിടിച്ച് എക്സാമിന് പോയി. ക്ലാസ്സിൽ കേട്ട ഓർമ്മ വെച്ച് മാത്രമാണ് ഞാൻ ആ എക്സാം എഴുതിയത്. പഠിച്ച സബ്ജക്റ്റിനേക്കാൾ കൂടുതലും പഠിക്കാൻ പറ്റാതിരുന്ന സബ്ജക്റ്റാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് എഴുതിയത്. ഈ എക്സാമിന് റിസൾട്ട് വന്ന അന്ന് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം നമ്പർ അടിച്ചു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല. റിസൾട്ട് അവൈറ്റിംഗ്, നോ ഡേറ്റ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, കാരണം ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു, ഇനി ഒരു ഗ്രൂപ്പ് കൂടെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഞാൻ പാസ്സായോ എന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്, എത്ര ശ്രമിച്ചിട്ടും റിസൾട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും ടെൻഷനായി. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവ് അത്ഭുതം പ്രവർത്തിക്കാൻ ചിലപ്പം നമ്മളെ വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും, നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പല ആവർത്തി ചൊല്ലി, ഒരു പൂർണ്ണ കൊന്തയും ചൊല്ലി തിരിച്ച് വന്ന് റിസൾട്ട് നോക്കുമ്പം സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാകാനായിട്ട് 100 മാർക്കാണ് വേണ്ടത്. കറക്റ്റ് 100 മാർക്കോടുകൂടി തന്നെയാണ് സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായത്. അങ്ങനെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലും അത്ഭുതങ്ങളിലൂടെയും കടന്നുപോയാണ് ഞാൻ ഈ 2 എക്സാം പാസ്സായത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് ഇത്രയും ടഫായിട്ടുള്ള കോഴ്സ് എടുത്തതെന്നുള്ളത്. എൻ്റെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്താനും ഈശോയിലേക്കും മാതാവിലേക്കും കൂടുതൽ അടുപ്പിക്കാനും ഉള്ളൊരു മാർഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോകും, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും എന്നൊക്കെ പറഞ്ഞാലും ഈശോയോടും മാതാവിനോടും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ഒരു ആത്മബന്ധത്തിലേക്ക് വന്നത് ഈ ഒരു ഉടമ്പടി എടുത്ത് ഓരോ അനുഗ്രഹങ്ങളും കിട്ടിയതിന് ശേഷമാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും യോഗ്യതയോടും ശ്രദ്ധയോടും കൂടി പങ്കെടുക്കണം എന്നുള്ളൊരു ബോധ്യവും തീക്ഷ്ണമായ ആഗ്രഹവും വന്നത് ഉടമ്പടിക്ക് ശേഷമാണ്. ജപമാല ചെല്ലുന്നതിലും ബൈബിൾ വായിക്കുന്നതിലും ഒക്കെ താല്പര്യം കാണിച്ചു തുടങ്ങിയതും ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തികളും എന്ന് പറഞ്ഞാൽ എനിക്ക് വരുമാനം ഒന്നും ആയിട്ടില്ല, കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇനി ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ആയാൽ മാത്രമേ എനിക്കൊരു വരുമാനം ആകുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ കയ്യിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു എമൗണ്ട് വെച്ച് ഞാൻ പറ്റുന്നവർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോ എനിക്ക് ഇത്രയേ ഉള്ളൂ സാഹചര്യം, അപ്പം ഞാൻ ഇതിൽ നിന്ന് ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തി നീ എനിക്കൊരു യോഗ്യതയായിട്ട് കണക്കാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് സഹായങ്ങൾ ചെയ്യും. പിന്നെ പത്രം കൊടുക്കാൻ മടിയില്ലാതെ തന്നെ ഇഷ്ടത്തോടു കൂടെ തന്നെ പത്രം കൊടുക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഈ പത്രങ്ങൾ വാങ്ങിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണേ, എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു പത്രം പോലും ആരും ഇതുവരെ നിരസിച്ചിട്ടില്ല. ഒരുപാട് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പത്രം പോലും ആരും നിരസിച്ചിട്ടില്ല. എല്ലാവരും ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്, ഇഷ്ടത്തോടെ വാങ്ങിയിട്ടാണുള്ളത്. ഈ ഒരു ആത്മീയ വളർച്ച എനിക്ക് ഉടമ്പടിയിലൂടെ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 11-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും, അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. പ്രത്യാശയുള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും, നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഇന്നത്തെ യുവാക്കൾ വളരെ ശക്തമായി നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഉടമ്പടി ജീവിതം ഒരു ആധ്യാത്മിക കവചമാണ്. ഈശോയെ സ്നേഹിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സാഹചര്യങ്ങളാണ് ഓരോ യുവതി യുവാക്കൾക്കും ഇന്ന് പരിശുദ്ധാമ്മ നൽകുന്ന വലിയ സമ്മാനങ്ങളെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുന്ന യുവതി യുവാക്കൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ബിൻസി എന്ന അമ്മ കുടുംബത്തിന് വേണ്ടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളാണ് ഈ അമ്മയും മകളും തൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ നമ്മോട് പങ്കുവെക്കുന്നത്. വളരെ വേദനിച്ചിട്ടാണ് ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. തൻ്റെ ഹസ്ബൻഡിൻ്റെ കിഡ്നി സ്റ്റോൺ വളരെ വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധ അമ്മ, ഭാരം ലഘൂകരിക്കുന്ന അമ്മ, സൗഖ്യത്തിൻ്റെ ഒരു അനുഭവമായി
സഹോദരനെ പ്രാർത്ഥനയിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒട്ടും വേദനയില്ലാതെ കിഡ്നി സ്റ്റോൺ യൂറിനിലൂടെ പാസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരുപാട് അത്ഭുതങ്ങളാണ് ഇന്ന് ഈ കൃപാസനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ നമുക്കായി മാധ്യസ്ഥം അപേക്ഷിച്ച ആ അമ്മ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്നും അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴുള്ള ഒരു അത്ഭുത ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് മകൾ ഇവിടെ CA പരീക്ഷയിലൂടെ എനിക്ക് ലഭിച്ചതെന്ന് പറയുന്നു. ദിവ്യബലിയിലൂടെ ഈശോയെ അനുഭവിക്കുവാനും ഒരു ആധ്യാത്മിക ജീവിതം എനിക്ക് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു വലിയ കൃപ ഒരു കോഴ്സിലൂടെ, ഒരു CA എന്ന ഒരു കോഴ്സിലൂടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോഴുള്ള ഒരു വലിയ പദവിയേക്കാൾ കൂടുതൽ ഈശോയെ പ്രാപിച്ച വലിയ ജീവിതാനുഭവമാണ് ഈ മക്കളിലൂടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ഞാൻ എത്ര ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നുവെങ്കിലും ഈശോയെ എനിക്കിത് മാത്രമേ നിനക്ക് വേണ്ടി ചെയ്യാനുള്ളൂ എന്ന് പറയാനുള്ള എളിമ ഇന്ന് വലിയ ഒരു ജീവിതാനുഭവമായി മകൾക്ക് മാറിയിരിക്കുകയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ താഴ്മയിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ഏറ്റുപറയുവാനും വിളിച്ചു പറയുവാനും സാക്ഷിയാകുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, ബിൻസിയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷി ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി. ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. ഞാൻ കട്ടപ്പന ഫൊറോനയുടെ കീഴിലുള്ള കൽത്തൊട്ടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വന്ന ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ മാസമാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ പേര് ജോബിൻ എന്നാണ്. ഞാൻ 2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി ഇവിടെ വന്ന് സ്ഥിരമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പല നിയോഗങ്ങളും കാര്യങ്ങളും ആൻറ്റിക്ക് നടന്നു കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ കൂടെ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഏതായാലും വന്ന് ആ സമയങ്ങളിലൊന്നും വളരെ ശക്തമായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് പഴകിയ കുറേ നിയോഗങ്ങൾ കിട്ടിയാലെന്ന് ഉറപ്പുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടെന്ന് തോന്നിയുകൊണ്ട് അന്നും പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും സമർപ്പിച്ചില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ അടുത്ത പുതുക്കലിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും വന്ന് പുതുക്കിയപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തിൻ്റെ അകത്ത് വീട് വെച്ച് താമസിക്കുന്നവരായിരുന്നു. അങ്ങോട്ട് വീട്ടിൽ സ്വന്തമായിട്ട് 2-3 വണ്ടി ഉണ്ടെങ്കിൽ പോലും വീട്ടിലേക്ക് വണ്ടിയൊന്നും വരികയില്ല. പിന്നെ വേനൽ മൂത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടിവെള്ളം ഇല്ലെന്നായി കഴിയുമ്പം പിന്നെ വണ്ടിക്ക് ഇറക്കാൻ പോലുള്ള ഒരു സാഹചര്യമില്ല. മറ്റുള്ളവർ ഏതെങ്കിലും വീട്ടിൽ പോയി അയലോക്കത്തെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വെള്ളം തന്നുകൊണ്ടിരുന്നത്. അത് വേനൽ മൂത്ത് കഴിയുമ്പോൾ അവിടുത്തെ കുളം പറ്റി പോകുന്നതുകൊണ്ട് വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു. അപ്പം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അവിടെ താമസിക്കാൻ യാതൊരു സൗകര്യം ഇല്ലാത്ത സമയത്ത് അടുത്ത നിയോഗമായിട്ട് നമുക്ക് കൃപാസനത്തിൽ ഈ വഴി സൗകര്യം വരുവാണെങ്കിൽ കുഴൽക്കിണറടിച്ചാണെങ്കിലും വെള്ളം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് ഒരു വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വഴി ഞങ്ങൾ ഉപ്പിട്ട് മാതാവിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ 30ാമത്തെ പൊക്കം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന കൽത്തൊട്ടി എന്ന് പറയുന്ന ഒരു അകത്തോട്ട് കയറിയുള്ള ഒരു സ്ഥലമാണ്. ലബക്കട എന്ന് പറയുന്ന ഒരു കോളേജിനോട് ചേർന്നുള്ള അടുത്തുള്ള ഒരു ഹൈവേയുടെ സൈഡിൽ, ഹൈവേയിൽ നിന്ന് ഒരു 500 മീറ്ററും കൂടെ മാറി ഈ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു 55 ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ വീട് വാങ്ങിക്കാൻ, 1850 സ്ക്വയർ ഫീറ്റുള്ള ഒരു പുതിയ വീട് വാങ്ങിക്കാനും ആ മുറ്റത്ത് തന്നെ ഒരു 10 അടി താക്കത്തിൽ നല്ല വെള്ളം കിട്ടുവാനും. ഇപ്പോൾ വെള്ളമില്ലാതെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ 4 ചുറ്റും വെള്ളമാണ്, വഴിയുടെ അപ്പുറം വെള്ളം, വീടിൻ്റെ ബാക്ക് സൈഡ് 3 വശം വെള്ളം. അപ്പം വെള്ളത്തിൻ്റെ പരാതി അതോടെ തീർന്നു. പിന്നെ വണ്ടി ഇടാനുള്ള സൗകര്യം, ഒരു 5-6 വണ്ടി ഇടാൻ പറ്റുന്ന തരത്തിലൊരു വലിയൊരു കാർ ഷെഡ് എല്ലാം കൂടെ കൂട്ടി ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും കാണാത്ത അത്ര ഒരു വലിയൊരു ഭവനം നൽകി അനുഗ്രഹിച്ചു. രണ്ടാമത് ആയി സാക്ഷ്യം പറയാനുള്ളത്, ഞങ്ങൾ ഉപ്പുകറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 5 ഏക്കർ പറമ്പ് പാട്ടത്തിനെടുത്ത് ഏലകൃഷി ചെയ്തായിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഒരു 5-ാമത്തെ വർഷമാണിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളായപ്പോഴത്തേക്കും അതിൻ്റെ താഴെ താമസിക്കുന്ന 1-2 പേര് ഈ പടുതാക്കുളം മൂടണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി പഞ്ചായത്തിനും കളക്ടർക്കും അവിടെ കൊടുക്കാൻ പറ്റുന്ന വില്ലേജിലും എല്ലാം ആയിട്ട് പലയിടത്തും പരാതി കൊടുത്തു. അവർ ചാനലുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ചാനലിൽ വാർത്തകൾ, പ്രാദേശിക ചാനലിലൊക്കെ വാർത്ത വന്നു. ഞാൻ അവരുടെ കാല് പിടിച്ചു പറഞ്ഞു, ഈ പടുതാക്കുളം മൂടിയിട്ടുണ്ടെങ്കിൽ വലിയ തുക മുടക്കി കൃഷി ചെയ്ത പറമ്പാണ്, അപ്പോൾ കൃഷി ഉപേക്ഷിക്കേണ്ടി വരും, നിങ്ങൾ ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് പറഞ്ഞ് അവരെ മാക്സിമം ഞാൻ അവരുടെ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവരൊരു തരത്തിലും വഴങ്ങിയില്ല. ഞാൻ പിറ്റേ ദിവസം കുടുംബസമേതം കൃപാസനത്തിൽ വന്നു.
കൃപാസനത്തിൽ വന്ന അമ്മയോട് കാര്യങ്ങൾ ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു. പിറ്റേ ഇവിടുന്ന് ചെന്ന് കൃപാസനത്തിൽ നിന്ന് ഉപ്പിട്ട് അവർ സഞ്ചരിക്കുന്നതും ഞങ്ങൾ സഞ്ചരിക്കുന്നതെല്ലാം ഒരു വഴിയിലാണ്. ആ വഴിയിൽ ഉപ്പിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ നിയോഗം സമർപ്പിച്ച 3-ാമത്തെ ദിവസം തന്നെ അവരുടെ ആ പരാതികളെല്ലാം എങ്ങനെയോ അത് തേഞ്ഞു മാഞ്ഞു പോയി. അവർ ആ പരാതിക്കാരെല്ലാം പരസ്പരം യാതൊരു നമ്മളെ കാണുമ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന ആ പടുതാക്കുളത്തിലെ പടുതായ്ക്കകത്തോട്ട് കുളത്തിൻ്റെ അകത്തോട്ട് പടുത മടക്കിയിട്ടിട്ട് പണിക്കാരെ നിർത്തി മണ്ണ് വെട്ടി മൂടിക്കോളാനും പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു രീതിയിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് വളരെ വളരെ പോസിറ്റീവായിട്ട് മാതാവിൻ്റെ ശക്തമായ ഇടപെടലും കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടി. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ള നിയോഗം, എനിക്ക് മദ്യപാനം എന്നുള്ളൊരു ദുശീലം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പുകവലി ഉണ്ടായിരുന്നു. ഈ നിർത്തണം എന്ന് പലതവണ ആഗ്രഹിക്കുമ്പോഴും കുറച്ച് നാൾ നിർത്തും, പിന്നെ കുറച്ച് എന്നേലും ഒരു ചെറിയ സാഹചര്യങ്ങൾ, ഒരു നെഗറ്റീവ് എന്തെങ്കിലും തോന്നുമ്പോൾ വീണ്ടും അത് തുടങ്ങും. പിന്നെ അത് കുറച്ച് നാൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, പിന്നെ നിർത്തും. ഇങ്ങനെയായിരുന്നു. ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ നിയോഗം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ ദുശീലം എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ മാതാവ് എനിക്ക് കൃപ തന്നു. പിന്നെ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ നിയോഗം, ഞാൻ വീട്ടിൽ ഈ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്നേലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു കാരണമില്ലാതെ ഞങ്ങൾ തമ്മിൽ ഞാനും അമ്മയായിട്ട് എപ്പോഴും വഴക്കുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യങ്ങൾക്കായിരിക്കും ഈ വഴക്കുണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാകുന്നതെന്ന് പലപ്പോഴും വഴക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാകാതെ പലതവണ ദുഃഖിച്ചിട്ടുണ്ട്. ഈ നിയോഗം സമർപ്പിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്താണേലും ഇപ്പം ഞങ്ങളുടെ ഭവനം വളരെ സമാധാനത്തിനും സന്തോഷത്തിലുമാണ് പോകുന്നത്. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന അവിടെ ഒരു സാധാരണ എയ്ഡഡ് സ്കൂളിലായിരുന്നു. അവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്തൊന്നും നല്ല സ്കൂളിൻ്റെ വണ്ടികൾ വരാറില്ലായിരുന്നു. പുതിയ വീടും പുതിയ സൗകര്യങ്ങളും മാതാവ് തന്നു കഴിഞ്ഞപ്പോൾ അവരെ ഡോൺ ബോസ്കോ എന്ന് പറയുന്ന കട്ടപ്പന ഒരു നല്ല സ്കൂളിലേക്ക് പിള്ളേരുടെ വിദ്യാഭ്യാസം മാറ്റാനും അങ്ങനെ മനസ്സിന് സന്തോഷകരമായ രീതിയിൽ വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടും മാതാവ് ഉയർത്തി. ഏലത്തോട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര വിളവുകൾ കിട്ടാനും അതുവഴി സാമ്പത്തിക ഞെരുക്കങ്ങളൊന്നും ഇല്ലാതെ കുടുംബ ഭദ്രതയോടെ കൊണ്ടുപോകാനും സാധിച്ചു. പിന്നെ ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പെനുവേൽ ഇമ്മാനുവൽ ആശ്രമം എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെ എല്ലാ ദിവസവും 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ മദ്യപാനികൾക്ക് വേണ്ടി ധ്യാനമുണ്ട്. ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവരെയും, ഞാനവിടെ ധ്യാനത്തിന് പോയിട്ടുള്ള ആളാണ്, ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവരെയും കൂട്ടുകാരെയെല്ലാം എൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അവരെ ധ്യാനത്തിന് കൊണ്ടുപോയി. അവിടെ പോയി ധ്യാനത്തിന് പോകാൻ മിക്കവാറുമുള്ള മദ്യപാനികൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരായിരിക്കും. അവിടെ ഞാൻ എൻ്റെ നിയോഗം സമർപ്പിച്ച് മദ്യപാനികളെ കൊണ്ടുപോയി അവിടെ ധ്യാനം കൊടുക്കുക, അവരുടെ സാമ്പത്തിക ചിലവുകളെല്ലാം നോക്കുകയും പിന്നെ തമ്പലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുമാനത്തിൻ്റെ 10-1 ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും ഞെരുക്കങ്ങളിലും ഉള്ള വരുമാനത്തിൻ്റെ 10-1 ഞങ്ങൾ ദശാംശം കൊടുക്കും. ഒന്നെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അർഹതയുള്ള എന്ന് തോന്നുന്ന മാതാവ് കാണിച്ചിരുന്ന ആർക്കെങ്കിലും ദശാംശം കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ദശാംശം കൂടെ കൊടുത്ത് തമ്പലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം. അതുകൂടാതെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുവാനും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുന്ന വ്യക്തിയായിരുന്നു. അത് എടുത്തു കഴിഞ്ഞും എല്ലാ ദിവസവും നന്നായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ, കുറച്ച് ദിവസങ്ങളിലൊക്കെ 1-2 ദിവസം മുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാലും ഏറ്റവും നല്ല രീതിയിൽ പള്ളി പോകുവാനും അതും കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് 2 വയസ്സുള്ള എൻ്റെ പെങ്കൊച്ചു മുതൽ എല്ലാ ദിവസവും പള്ളി വരുന്ന ആളായിരുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഉള്ളൊരു സാഹചര്യം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. ജീവിതത്തിൽ ഇത്രയധികം സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്തു തന്ന കൃപാസന മാതാവിനും ദൈവകുമാരനും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലും മാതാവ് കൈവച്ചു. ഞാൻ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയാണെന്ന് ചിന്തിച്ച ആളായിരുന്നു. നമ്മൾ നടക്കിയാല എന്ന് വിചാരിക്കുന്ന ഏത് കാര്യമാണോ അതായിരിക്കും മാതാവ് ഏറ്റവും ആദ്യം നടത്തി തരുന്നതെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വർഷങ്ങളധികം പ്രാർത്ഥിച്ച് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും 30 ദിവസം കൊണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അത്രയധികം വർഷങ്ങളുടെ ഗ്യാപ്പ് മാതാവിൻ്റെ ഉടമ്പടി ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് കൊണ്ട് വന്ന് നിസ്സാര സമയം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തിൽ ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇനിയുള്ള കാലവും മാതാവിനും തിരുക്കുമാരനും അതീതനായി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാക്കുകൊടുക്കുന്നു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം 26
22-ാം തിരുവചനം. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിനെ റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വചനഭാഗം ഇസഹാക്ക് കിണർ കുഴിക്കുവാനായി വളരെയധികം ഒരുപാട് കിണറുകൾ കുഴിച്ച് ഏറ്റവും അവസാനം ഒരു നല്ല കിണർ കുഴിച്ച് അതിൽ വളരെയധികം വെള്ളമുണ്ടായപ്പോൾ അവൻ്റെ കൂട്ടുകാരും സഹോദരങ്ങളൊന്നും വഴക്കുണ്ടായില്ല എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇസഹാക്ക് വളരെയധികം പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ആ പരാജയത്തിൽ നിന്ന് വിട്ടുമാറിയ അദ്ദേഹം അവസാനത്തേതായി വീണ്ടും കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ റഹോബാത്ത് എന്ന് പറയുന്ന ഒരു കിണർ അദ്ദേഹം കുഴിക്കുന്നത്. ഇവിടെ ജോബിൻ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ പരാജയങ്ങളെല്ലാം അദ്ദേഹം ഇപ്പോൾ തന്നെ പറയുകയായിരുന്നു, 30 ദിവസത്തിനുള്ളിലാണ് ഒരുപാട് നാൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരുന്നത്. വെറും 30 ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം പലതും സാധ്യമായി കിട്ടിയിരുന്നതെന്ന്. അതിനെല്ലാം കാരണം ഈ പരാജയപ്പെട്ട് അതിനോട് പൊരുത്തപ്പെടാമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു പുതിയ പദ്ധതിയിലേക്ക് അദ്ദേഹം കടന്നു വന്നത് ഉടമ്പടി പദ്ധതി സ്വീകരിച്ചുകൊണ്ടാണ്. നമുക്ക് വിശ്വസിക്കാം, പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഉടമ്പടിയിൽ നാം ചുവടുവെച്ച് തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ നമ്മോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു അനുഭവം നമുക്കുണ്ടായിരിക്കും. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി അനങ്ങി തുടങ്ങിയാൽ നിങ്ങൾ വിട്ടുകളയരുതെന്ന്. നമ്മളെ സാമീപ്യമായും മാതാവിൻ്റെ പ്രസൻസ് നമുക്കുണ്ടാകുന്നു. ഒരുപക്ഷെ മഴവില്ലിലോ സുഗന്ധാഭിഷേകത്തിലോ ഒക്കെ പരിശുദ്ധ അമ്മ നമുക്ക് വളരെയധികം സാമീപ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നവർക്കെല്ലാം ജീവിതത്തിൽ വലിയ മിറക്കിൾസ്, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത. 23 ഭാഷകളിലേക്കാണ് ഇന്ന് ഉടമ്പടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈശോ ഓടി നടന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വലിയ അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജോബിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. വഴിയില്ല, നല്ലൊരു വീടില്ല, വെള്ളമില്ല. ഈ എല്ലാ അവസ്ഥകളും ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് പടിപടിയായി എല്ലാം വ്യത്യാസം വന്ന് വലിയൊരു ജീവിത മാർഗം, ജീവിത ലൈഫ് സ്റ്റൈൽ തന്നെ അദ്ദേഹത്തിന് മാറിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് അത്യാവശ്യം ദുശീലങ്ങളുണ്ടായിരുന്നതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അതെല്ലാം മാറി കുടുംബത്തിൽ ക്രമസമാധാനം കൈവന്നു. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുമൊക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ്. തനിക്കുണ്ടായിരുന്ന അതുപോലെ തന്നെയുള്ള ദുശീലങ്ങളുള്ള മക്കളെയെല്ലാം ധ്യാനിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയിലേക്ക് അദ്ദേഹം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും ദുശീലങ്ങളുള്ള എല്ലാ മക്കളെയും യുവാക്കളെയും സഹോദരങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കണ്ണീരിനെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി